നമസ്കാരം. നമസ്കാരം. സംയോജിത ഗ്രാമോത്സവ പരിപാടികൾ. ഇതാണോ രാഷ്ട്രീയം? അല്ല, ഇതാണോ രാഷ്ട്രീയം? രാഷ്ട്രീയം ഇതാണോ? അല്ല, നമ്മൾ പ്രോഗ്രാം ആരംഭിച്ചിട്ടില്ല. ഇനിയൊരു നേതാവും കൂടി എത്താനുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഏഷ്യാനെറ്റ് പരിപാടി സ്ഥിരമായി കാണുമ്പോൾ വിചാരിക്കും ഈ മകരിഷ അല്ല ശരിഗമ പോലൊരു പരിപാടി ചെയ്യണം. അങ്ങനെ അവസരമുണ്ടായിരിക്കുകയാണ്. എൻ്റെ കൂടെ എതിർക്കാൻ ആരാണുള്ളത്? ഒരു ശക്തനായ നേതാവുണ്ട്. വിളിക്കൂ, ക്ഷണിക്കൂ. അടുത്തായി ഭരണപക്ഷത്തെ സഖാവിനെ ക്ഷണിക്കുന്നു. ഇവയും വന്നിട്ടുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം സാർ. ലാൽ സലാം. അതൊരു മോഹൻലാലിൻ്റെ പടമാണ്. ഞാൻ ഞങ്ങളുടെ പാർട്ടിയുടെ മുദ്രാവാക്യമാണ് പറഞ്ഞത്, ലാൽ സലാം. പക്ഷേ അതാർക്കും അറിയില്ല. ക്ഷമിക്കണം ലീഡറെ, ഇത് നിയമസഭയാണെന്ന് വിചാരിച്ചല്ലേ? ക്ഷമിക്കണം. ഇതൊരു ഈസ്റ്റ് കോസ്റ്റ് ടിവിയുടെ മകരിസ പ്രോഗ്രാമാണ്. അറിയാം. നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ഇതിൽ ഞങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് പാട്ടിന്റെ രൂപത്തിലായിരിക്കണം. ഈണം ഏതായാലും കുഴപ്പമില്ല. പാടണം. ഈണം ഏതായാലും കുഴപ്പമില്ല, വിഷയം രാഷ്ട്രീയമായിരിക്കണം. ശരി, ആദ്യത്തെ ചോദ്യം ലീഡറോടാണ്. ഏതെങ്കിലും ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ ട്യൂണിലായിരിക്കണം ഇതിന് മറുപടി നൽകേണ്ടത്. ചോദ്യം ഇതാണ്: കേരളത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? കേരളമെന്നാൽ അറിയൂ, അത് വെറും വ്യക്തികൾ വസിക്കുന്ന സ്ഥലമല്ല. പല തെറ്റുകൾ ഇനിയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നാട്ടിൽ നിർത്തില്ല. കേരളമെന്നാൽ അറിയൂ, അത് വെറും വ്യക്തികൾ വസിക്കുന്ന സ്ഥലമല്ല. പല തെറ്റുകൾ ഇനിയും ചെയ്തു കഴിഞ്ഞാൽ ഇനി നാട്ടിൽ നിർത്തില്ല. അതുകൊണ്ടാണല്ലോ ഓനെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത്. മോൾ അടുത്ത ചോദ്യം ചോദിക്കേ. അടുത്ത ചോദ്യം സഖാവിനോട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതുപോലെ ഏതെങ്കിലും ദേശഭക്തി ഗാനത്തിന്റെ ട്യൂണിൽ പറഞ്ഞാൽ മതി. ചോദ്യം: കേരളത്തെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? കേരളത്തെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, കേരളം കേരളം പാർട്ടിക്കാർ വിലസുന്ന കേരളം. കേരളം കേരളം പാർട്ടിക്കാർ വിലസുന്ന കേരളം. പെണ്ണുള്ള വീട്ടിലെല്ലാം വാണിഭം നടക്കുമെന്ന് ഞാൻ പറയുന്ന പൊൻകേരളം. കേരളം കേരളം കേരളം. മനുഷ്യരെ സൃഷ്ടിച്ച നിങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ല. അല്ല, ഞാനൊരു പാട്ടിന്റെ അനുപല്ലവിയാണ് പാടിയത്. ഈ പാട്ടിന്റെ പല്ലവിയുടെ ട്യൂണിലായിരിക്കണം അടുത്ത മറുപടി. ചോദ്യം ഇതാണ്, ലീഡറാണ് ചോദ്യം. വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ജനത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടാവാറുള്ളത്. അല്ല, അത് പാട്ടിന്റെ രൂപത്തിലായിരിക്കണം മറുപടി അറിയേണ്ടത്. വാതിലടച്ചു, അവർ വാതിലടച്ചു, എന്നെ കണ്ട മാത്രയിൽ ചിലരവിടുന്ന് ഓടി മറയും. സഹിക്കണോ ഞങ്ങളിനി താങ്കളെ കേരളത്തിൽ? ഗോയവേ ലീഡർ ഗോയവേ എന്നാണ് അവർ പറയാറുള്ളത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ. എന്താണ് മോളെ ചോദ്യം? സഖാവിനോട്. വോട്ട് ചോദിച്ചു കൊല്ലുമ്പോൾ ഇതുപോലെ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഏതെങ്കിലും നാടകഗാനത്തിന്റെ ട്യൂണില് ഉത്തരം. ഞാൻ വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ തൂമ്പാപ്പണി ചെയ്യുന്ന കർഷകരാ അവർ പണ്ടൊക്കെ ഓടിയാടുത്തിരുന്നു. വെട്ടി നിരത്തി തിരുത്തൽ നയം. പിന്നെ അവരെന്നെ കണ്ടാലും മിണ്ടണില്ല, എന്നെ നേരില് കണ്ടാലും മിണ്ടണില്ല. എടുക്കാലോ അല്ലേ? ഹലോ ഹലോ എന്തൊക്കെയുണ്ട്? STD വിശേഷ സുഖമാണോ? എന്താ പറ. എന്താ ഞങ്ങളുടെ ജീവിതം ആകെ ബുദ്ധിമുട്ടില്ല. എന്ത് പറ്റി? രാത്രിയിൽ ഉറക്കം വലിയ ബുദ്ധിമുട്ടാണ് സാർ. എന്താണ് കാരണം? കൊതുക് ശല്യം. കൊതുക് ശല്യം. എന്താ? അതെ, കൊതുക് കൊണ്ട് ഒരു നിവൃത്തിയുമില്ല. എന്തെങ്കിലും പരിഹാരം സാർ ഉണ്ടാക്കി തരണം. ഒരു പരിഹാരമേ ഉള്ളൂ. ഈ കൊച്ചിയിൽ നിന്ന് ബസ് കയറി സെക്രട്ടേറിയറ്റിൽ വാ, ഞാൻ ചൊറിഞ്ഞു തരാം. വേറെ ഒരു പരിഹാരവും ഇല്ല.
തമാശ തമാശ ആരും ചിരിച്ചില്ല. ഇത് ഓൻ്റെ ആളാ അതുകൊണ്ടാ. പറഞ്ഞ ആളത് സഖാവേ, ഈ കൊച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എന്താ? കൊച്ചി കണ്ടവന് അച്ചി വേണ്ട എന്ന് പറയുന്നതിൽ വല്ല പതിരുണ്ടോ? അത് മറ്റൊന്നുമല്ല. ഈ കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്നത്, ഈ കൊച്ചി കണ്ടവന് പിന്നെ അച്ചിയുടെ ആവശ്യം വരുന്നില്ല. അവന് രാത്രി ഇരുന്ന് കൊതുകിനെ ആട്ടാനേ സമയം കാണുള്ളൂ. അതുകൊണ്ടാണ് ഈ കൊച്ചി കണ്ടവൻ ആരും ചിരിച്ചില്ല. അടുത്ത ചോദ്യം ലീഡറോടാണ്. കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പാരവെപ്പും കാലുമാറ്റവുമാണല്ലോ. അതെ, പാരകളാണ്. ഈ പാരവെപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എൻ പാർട്ടി പാരകളെ എന്തു വിളിക്കും, എൻ പാർട്ടി പാരകളെ എന്തു വിളിക്കും, എങ്ങനെ ഞാൻ പേരെടുത്ത് ചീത്ത വിളിക്കും. കുത്തിത്തിരിപ്പിനായി പരട്ടകളുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഞാൻ ചീത്ത വിളിക്കും. എൻ പാർട്ടി പാരകളെ എന്തു വിളിക്കും? ഫോൺ എടുക്കാമല്ലോ. ഹലോ ഹലോ, മുഖ്യമന്ത്രിയല്ലേ? അതെ. നിങ്ങളുടെ ഭരണം ശരിയല്ല. നിങ്ങളുടെ ഭരണം ശരിയല്ല. ആരാണ് സംസാരിക്കുന്നത്? നിങ്ങളെക്കാൾ നന്നായി ഭരിക്കാൻ പറ്റിയ ചെറുപ്പക്കാരൻ വെള്ളമുണ്ടും വെള്ളച്ചിരിയുമായി കോഴിക്കോടുണ്ട്. ആരാണ് അവൻ ഭരിക്കും. ആരാണത്? അവന്റെ അച്ഛൻ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. എവിടെ നിന്നാണ് നിങ്ങളുടെ വിളിക്കുന്നത്? ഭരണം ശരിയല്ല. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മാളേന. ആരാണ് സംസാരിക്കുന്നത്? റോങ് നമ്പർ. ഇതാണ് പാര എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ചോദിച്ചോ. അടുത്ത ചോദ്യം ലീഡറോടാണ്. ചോദിക്കൂ. ഭരണത്തെ പറ്റി എന്താണ് അഭിപ്രായം? ആരെ? ഭരണത്തെ പറ്റി താങ്കളുടെ ഭരണം വളരെ ബോറാണ്. എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണം വളരെ എന്താണ് കാര്യം? വിലക്കയറ്റം തടയാൻ നിങ്ങൾ എന്ത് ചെയ്തു? എന്താ വിലക്കയറ്റം തടയാൻ നിങ്ങൾ എന്ത് ചെയ്തു? വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടിയിട്ട് 30 ഗുസ്തിക്കാരെ ഞങ്ങൾ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അതേ ഇപ്പൊ പറ്റുള്ളൂ. ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കാണിക്കാം. ക്ഷമിക്കണം, തർക്കവേദിയല്ല. ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പാട്ടിന്റെ രൂപത്തിൽ മറുപടി നൽകിയാൽ. എന്താണ് ഭരണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്തൊരു ഭരണമേത്, എന്തൊരു ഭരണമേത്, നിങ്ങൾ മതി കാട്ടുവാൻ അറിയാത്ത കൊച്ചുങ്ങൾ എന്തോന്ന് കാട്ടാനേത്, എന്തൊരു ഭരണമേത്, എന്തൊരു ഭരണേത്. താനൊന്നും പറയണ്ട, മാനിതയൊന്നും ചമയണ്ട, പാമോയിൽ കള്ളനല്ലേടോ, പിന്നെ താൻ ഭരണത്തെ കളിയാക്കുന്നോ. സ്പീഡിൽ പറന്നുപോയ കാറ് കറങ്ങി തന്റെ അവസാനം വന്നില്ലല്ലോടോ. ആ കഷ്ടം തനിക്കൊന്നും പറ്റിയില്ലല്ലോടോ. നാട്ടെല്ലോടിഞ്ഞോർത്തു ഞെട്ടി ഞാൻ കൂട്ടത്തോടെ കഷ്ടപ്പെടുത്തിയില്ലേടോ. ഈ നാട്ടാരെ കഷ്ടപ്പെടുത്തിയില്ലേടോ. നാട്ടെല്ലോടിഞ്ഞോർത്തു ഞെട്ടി താൻ കൂട്ടത്തോടെ കഷ്ടപ്പെടുത്തിയില്ലേടോ. ഈ നാട്ടാരെ കഷ്ടപ്പെടുത്തിയില്ലേടോ. ഭരണത്തിൽ താളം പിഴച്ചപ്പോൾ താനെന്ന് പോപ്പിന് ഗീത കൊടുക്കാൻ പോയി, പോപ്പിന് ഗീത കൊടുക്കാൻ പോയി. പല്ലു പറിക്കുവാൻ ജർമ്മനിൽ പോയിട്ട് ലക്ഷങ്ങൾ തൂട്ടെന്നടിച്ചില്ലേ. റേഷന്റെ വിലയന്ന് കൂട്ടിയില്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊണ്ട് പറയാൻ ഒരുപാട് പറയാനുണ്ട്. ക്ഷമിക്കണം, ഇതൊരു തർക്കവേദിയല്ല. ഈസ്റ്റ് കോസ്റ്റ് ടിവിയുടെ ഒരു പുതിയ പ്രോഗ്രാമാണ് ഗമരിസ പ്രോഗ്രാം. അപ്പൊ ഇത് ആദ്യമേ തന്നെ നിങ്ങൾ പൂട്ടിക്കരുത്. ഇല്ല, നമുക്ക് അധികം ചോദ്യം ചോദിക്കാനില്ല. അവസാനത്തെ ചോദ്യം ചോദിച്ചോളൂ. അവസാനത്തെ ചോദ്യം നിങ്ങൾ രണ്ടുപേരോടും കൂടിയിട്ടുള്ളതാണ്. വേണ്ട. ചോദിച്ചോ. ചോദ്യം എന്താണ്? വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൊടുക്കാവുന്ന ഒരു ഉപദേശം. രണ്ടുപേർക്കും ചേർന്ന് കൊടുക്കാൻ പറ്റും ഉപദേശം. കൊടുക്കാവുന്ന ഒരു ഉപദേശം ഒന്നേ ഉള്ളൂ. രാഷ്ട്രീയമേ ജീവിതം, ഒരു തരത്തിൽ രാഷ്ട്രീയമാ നല്ലതും, പല ഗുണത്തിന് രാഷ്ട്രീയമേ ജീവിതം. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു നേടുവാൻ രാഷ്ട്രീയ മാർഗമാണ് എന്നെന്നും നല്ലത്. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു നേടുവാൻ രാഷ്ട്രീയ മാർഗമാണ് എന്നെന്നും നല്ലത്. രാഷ്ട്രീയമേ ജീവിതം, ഒരു തരത്തിൽ രാഷ്ട്രീയമാ നല്ലതും, പല ഗുണത്തിന് രാഷ്ട്രീയമേ ജീവിതം. വളരെ മനോഹരമായിരിക്കുന്നു. രണ്ടുപേരും ഈ മത്സരത്തിൽ വൻപിച്ച
പ്രകടനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ രണ്ടുപേർക്കും സമ്മാനമൊന്നുമില്ല, കാരണം രണ്ടുപേർക്കും ഒരു സ്കോറാണ്. ഞാനൊരു കാറെങ്കിലും പ്രതീക്ഷിച്ചു. എന്താണോ ഉള്ളത്? അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മാനമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഗാനം ആലപിക്കുന്നതാണ്. നിങ്ങൾ ഏത് ടി വിന്നാ പറഞ്ഞേ? ഈസ്റ്റ് കോസ്റ്റ് ടി വി. ഈസ്റ്റ് കോസ്റ്റ് ടി വിയിലെ വിജയനെ മാത്രം കേൾപ്പിച്ചാൽ മതി ആ പാട്ട്. ഞങ്ങൾക്ക് സമയമില്ല. ജയ് ഗുരുവായൂരപ്പ. അങ്ങനെയാണെങ്കിൽ ജയ് മാർപ്പാപ്പ. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ ഐമുട്ടിക്ക ഇവിടെ ഒരു കലാപ്രകടനം അവതരിപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മസ്കറ്റിൽ ജോലി ഉണ്ടായിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ ആ ജോലി നഷ്ടപ്പെട്ടത് കാരണം ഫെസ്റ്റിവലുകളിലും ഇതുപോലത്തെ സ്റ്റേജുകളിലും കലാപ്രകടനം നടത്തിയാണ് തൻ്റെ ദൈനംദിന ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ ഇവിടെ ഒരു കലാപ്രകടനം കാഴ്ചവെക്കുവാനായി ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഐമുട്ടിക്ക. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ചിങ്കു വന്നില്ലേ? ചിങ്കു വന്നില്ലേ? പഹയ ചിങ്കുവാണിത്. ഈ കുരങ്ങായിരുന്ന ചിങ്കു. തന്തയ്ക്ക് വിളിച്ചു. കുരങ്ങനെ പിന്നെ കുരങ്ങാന്നല്ല മനുഷ്യാന്ന് വിളിക്കാൻ പറ്റുമോ? എന്തൊക്കെ കാണിക്കണത്? അവനോട് കളിക്കല്ലേട്ടാ. കാരണം വെച്ചാൽ ഈ കുരങ്ങെന്ന് പറഞ്ഞാൽ ഈ കുരങ്ങന്മാരുടെ വർഗത്തു നിന്നാണ് നമ്മൾ മനുഷ്യർ രൂപാന്തരപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് കുരങ്ങെന്ന് വിളിച്ചപ്പോൾ അവന് വിഷമായത്. ഐമുട്ടിക്ക് ഇതുവരെ രൂപാന്തരപ്പെട്ടില്ലല്ലേ? അപ്പൊ പിന്നെ എന്റെ തന്തക്ക് വിളിച്ചതിൽ കുഴപ്പമില്ല. അവനെ 2 ചവിട്ടും കൂടി ചവിട്ടുണ്ടാവും. പിന്നെ നീ ധൈര്യം താഴെ ഇറങ്ങടാ മോനെ. ഇവനോട് കളിക്കണ്ട. ഒരു മാന്തി എന്റെ മോന്ത പിന്നെ ഓമ്പുരിയുടെ പോലെ ആയി പോകും. വേണ്ട. ഞാൻ വെറുതെ ചിങ്കുവിനെ ഇളക്കാൻ വേണ്ടി പറഞ്ഞ. ഞാൻ ചിങ്കു ഭയങ്കര ഫ്രണ്ട്സാ അല്ലേ? ചിങ്കു നമസ്കാരം. ഹായ് ചിങ്കു. അതെ, ഇവിടെ മാത്രം പരിപാടി ചെയ്താൽ മതിയോ? പല രാജ്യത്ത് പോയി പരിപാടി ചെയ്യണ്ടേ? അപ്പൊ അവിടുത്തെ ഭാഷയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ? അറിയോ? പിന്നെ അവനെല്ലാ ഭാഷ അറിയാം. അവന് ഗൾഫ് എന്നല്ല എവിടെ പോയാലും എന്ത് ഭാഷ അവൻ സംസാരിക്കും. ആണല്ലേ? പിന്നെ എങ്ങനെയാണ് ജപ്പാനിൽ പോയ ഏത് ഭാഷയില്? ജപ്പാനിൽ പോയി എന്താ സംസാരിക്കുക? ജപ്പനീസ്. ചൈനയിൽ പോയാൽ ചൈനീസ്. ഫ്രാൻസിൽ പോയാലോ? ഫ്രാൻസിസ്. ഫ്രാൻസിൽ അല്ലേ സംസാരിക്കുക? എല്ലാ ഭാഷ അറിയാം അവന്. അത് പോട്ടെ. എന്നാലും ഗൾഫിൽ പരിപാടി അവതരിപ്പിക്കണമെങ്കിൽ അറബി അറിഞ്ഞിരിക്കണം. ചിങ്കുന് അറബി അറിയാവോ? അറിയില്ലേ? കാക്ക കുറെ നാളായിട്ട് ഇവിടെ ഉണ്ടല്ലോ. കാക്കയോട് ചോദിച്ചു പഠിക്കാറുന്നില്ലേ? കാക്കയ്ക്ക് അറിയില്ലേ? ഒറ്റ ചവിട്ടിയാണല്ലോ ഇക്കാരില്ല പറഞ്ഞ അടുത്ത് അറബി. തർക്കം വേണ്ട. തർക്കം വേണ്ട. ചിങ്കു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിലേ അറബി അറിയാല്ലേ? അറബി അറിയാം. ഞാൻ എന്ത് ചോദിച്ചാലും പറയൂ? പിന്നെ പറയുമല്ലോ. അങ്ങനെയാണെങ്കിലേ ഈ ജുറാസിക് പാർക്കില്ലേ? ജുറാസിക് പാർക്കിലെ ദിനോസോറിന് അറബിയിൽ എന്ത് പറയും? അത് ശരി. അറബി അറിയുമെന്ന് അറിയാൻ വേണ്ടി ഇത്രയും വലിയൊരു ജന്തുവിന്റെ പേര് വെച്ചിട്ടോ എന്നെ പരീക്ഷിക്കാൻ? എന്റെ ആ ഇടപാട് കയ്യിലിരിക്കട്ടെ, നമ്മുടെ തിരക്കണ്ട കേട്ടാ. അങ്ങനെയാണെങ്കിലേ ഉറുമ്പിന് അറബിയിൽ എന്ത് പറയും? ഈ അറബീനെ അങ്ങനെ കൊച്ചാക്കലടാ മോനെ. അത്ര ചെറിയ ഭാഷ ഒന്നല്ലടാ അറബി. എന്താ എന്റെ ഉദ്ദേശം? അല്ല, ദിനോസോർ ഉറുമ്പും വേണ്ട. ആടിന് അറബിയിൽ എന്ത് പറയും? ആടിനെ നമ്മുടെ നാട്ടിലെ ആടിന് ആടെന്ന് തന്നെ പറയാം. അതെ. പിന്നെ ആ ടൈപ്പ് ആട് ഈ ഗൾഫിലില്ല. ഇല്ല. പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ചെമ്മരിയാടാ. ഇക്കാണെങ്കിൽ അതിനെ കണ്ണ് ദൃഷ്ടി കണ്ടുകൂടാ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പഠിച്ചില്ല. എൻ്റെ ഒരു വാശിയാ. ചുരുക്കി പറഞ്ഞ അറബി അറിയില്ല. ഈ വേറെ വല്ലതും ചോദിക്കടാ. വേറെ ചോദിച്ചാ പറയും. ഭക്ഷണത്തിന് എന്ത് പറയും? ഭക്ഷണത്തിന് അക്കീൽ. അത് പഠിച്ചു വെച്ചല്ലേ? അത് ഞാൻ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ പഠിച്ചു. ഇല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തുപോയനെ. വേറെന്തറിയാം? പിന്നെ അന എരീത് അക്കീൽ. എന്താന്ന്? അന എരീത് അക്കീൽ എന്ന് വെച്ചാ എനിക്ക് ഭക്ഷണം തരൂ. അപ്പൊ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം പഠിച്ചു വെച്ചു. നമ്മൾ മലയാളികൾ ഗൾഫിൽ വന്ന് ഈ 2 സാധനം മാത്രം പഠിച്ചാൽ മതി ജീവിച്ചു പോവാൻ. അതിന്റെ പിന്നെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യം. കാക്ക, ചിങ്കുവിനും കാക്കയ്ക്ക് നല്ല വിശപ്പ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഭക്ഷണം ചോദിക്കും? അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കറക്റ്റ് മലയാളിയാവും. അതെങ്ങനെ? എങ്ങനെ ചോദിക്കും? ഇങ്ങനെ ചോദിക്കും. എങ്ങനെ? വയറ്റത്തടിച്ചിട്ട് ചോദിക്കും. വയറ്റത്തടിച്ച് ഭക്ഷണം ചോദിക്കാൻ മലയാളികൾ അത്രയും കഴിവ് ഈ ലോകത്ത് ആർക്കാരുള്ളത്? അത് ശരിയാ. അവരുടെ അതെ. ഈ ഇവിടെ വന്നിട്ട് മറക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഇക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം എന്താന്ന് വെച്ചാല് മെയിൻ ആയിട്ടുള്ള സംഭവം, ഞാൻ ഭയങ്കര ചൂടുള്ള സമയത്താണ് ഗൾഫിൽ വരുന്നത്. അതെ. അപ്പൊ ഈ ചൂട് സഹിക്കാൻ പറ്റാത്തപ്പോ എന്റെ വാപ്പാക്ക് ഞാനൊരു കത്ത് എഴുതി. വാപ്പ ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാന്ന് പറഞ്ഞ് എഴുതി. ആ വാപ്പ തിരിച്ചൊരു മറുപടി, മോനെ അങ്ങനെ നീ ഇങ്ങോട്ട് വരണ്ട, ഇവിടെ അതിനേക്കാളും വലിയ ചൂടാണ്, നേരെ ഊട്ടിക്ക് പോയിക്കോന്ന്. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാന്ന്. അതിനുശേഷം ഞാൻ നാട്ടിൽ പോയിട്ടില്ല. അതെന്തേ? പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും കൂടെ ഊട്ടി പോണ്ടേ, അതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല. അത് ശരിയാ, അത് ശരിയാ. അതെ കാക്ക, കാക്ക ഇവിടെ വന്നിട്ടേ നമ്മുടെ നാടും ഈ ഗൾഫും തമ്മിൽ തോന്നിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇക്ക് തോന്നിയിട്ടുള്ള വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ കൂടി വന്ന 10,000-15,000 ഗൾഫുകാരുണ്ടാവുള്ളൂ. അതെ. പക്ഷെ ഇവിടെ വന്നാലോ കംപ്ലീറ്റ് ഗൾഫുകാരാ. അതൊരു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഭയങ്കര വ്യത്യാസമായി. അതെ, ഈ ചിങ്കു വല്ല കലാപ്രകടനം വല്ലതും കാണിക്കുമോ? ആണോ? ഞാനെല്ലാം ചെയ്യും. ആണോ? അവനെല്ലാം ചെയ്യും. പാട്ട് പാടും. പിന്നെ ഇവ പാട്ട് തുടങ്ങണതിന് പ്രയർ സോങ്ങിലെ തുടങ്ങാറുള്ളൂ എല്ലാ പരിപാടിയും.
എന്നാ ഒന്ന് കേൾക്കണമല്ലോ. ആ മറ്റേ പ്രയർ സോങ് ഒന്ന് ചൊല്ലടാ. എന്തോ അത് ആൾക്കാരെ പേടിപ്പിക്കണ്ട, ചൊല്ലു. നോക്കിയാൽ നന്നായി ചൊല്ലിട്ട്. മതി. ഇത് തമിഴ് പാട്ടാ, തമിഴ് പാട്ട്. ആ ഗൾഫിലൊക്കെ തമിഴ് ഏൽക്കുള്ളൂ, അതുകൊണ്ടാണ് അവൻ തമിഴ് പാട്ട് പാടി. പ്രയർ സോങ്ങാ. ആ. ഇത് വേണ്ട. ആ മിമിക്രി അറിയാ? മിമിക്രി അവൻ കുറച്ചൊക്കെ ചെയ്യും. ചെയ്യും. കാര്യമുണ്ട്, അവൻ എന്ത് ഇത് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് കൈയടിച്ച് സഹായിക്കണം കേട്ടാ. ആണോ? കാക്കയുടെ എന്നാ തീർച്ചയായിട്ടും അവർ കൈയടിക്കും. കാക്കേന്റെ ശബ്ദം ചെയ്യും അവൻ. കാക്കയുടെ ശബ്ദം അസലായിട്ട് ചെയ്യും. ഒന്ന് ഒന്ന് ചെയ്ത മോനെ. കുഴപ്പമില്ല, കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങളൊന്ന് കൈയടിച്ചേ. കൈയടിച്ചപ്പോൾ കേട്ടാ, കാരണം അവൻ എങ്ങനെയും ജീവിച്ചു പോയി കേട്ടോ, അതുകൊണ്ടാണ്. കാക്കയെ കാണിക്കോ? എന്താ കാക്കച്ച് ആരെ കാക്ക? കുറെ നേരം വന്നപ്പോ എന്നെ കാക്കാന്ന് വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്റെ ദേശീയ മൃഗ ഒറ്റ ചവിട്ടാണ്ടല്ലോ. ഐമുട്ടിക്ക മിമിക്രി കാണിക്കോ? ഇന്റെ ചില ഞാൻ ഈ ഇതിൽ സിനിമയിൽ ഇതിലൊന്നും വന്നിട്ടില്ല, പക്ഷെ ഇന്റെ ശബ്ദം ഭയങ്കര ഫേമസാ. ആണോ? ഈ കാർട്ടൂണില്ലേ, കാർട്ടൂൺ അതിൽ ഈ മിക്കി മോസ് ഇല്ലേ, ആ അതിന് ഞാൻ ശബ്ദം കൊടുക്കണത്. ആണോ? അറിയില്ല എനിക്ക്? ഇല്ല. ഇനി ഞാൻ ശബ്ദം കൊടുക്കും, പക്ഷെ ഇന്നെ ടി വിയിൽ കാണാൻ പറ്റില്ല എന്നുള്ള ശബ്ദം കൊടുക്കണ ഞാനാ. എന്നൊന്ന് കേൾക്കണമല്ലോ അത്. അപ്പൊ ചെറുതായിട്ടൊന്ന് ചെയ്യും, പിന്നെ കൈയടിച്ച പോലെ ഒന്ന് ചെറുതായിട്ട് കഴിക്കണം, കുഴപ്പമില്ലെങ്കിൽ. ആ അത് മതി, അതായാലും മതി. അത് നോക്കാം. ഹലോ നല്ല വിശേഷം, സുഖം. പിന്നെ തീർച്ചയായിട്ടും പാടും, ഇവര് കാത്തിരിക്കുക. അയ്യോ റപ്പായി ചേട്ടൻ വരുന്നുണ്ടല്ലോ. റപ്പായി ചേട്ടാ, അതെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ ഫ്ലാഷ്. നല്ല ഫോട്ടോ. നല്ല ഫോട്ടോ. അതെ റപ്പായി ചേട്ടാ, നാളെ അല്ലേ കല്യാണം? നാളെ കല്യാണത്തിന് വരുമ്പോഴേ 3 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ എത്തിയതിനും ഭക്ഷണം തീർന്നാലോ എന്ന് കേട്ടാ. അതൊരു നേരത്തെ പോകുന്നല്ലേ. അതുകൊണ്ട് റപ്പായി ചേട്ടാ വീട്ടിലുള്ള ദാമു ഇങ്ങ് വന്നേ. അതാ ദാമു ദാമു നീ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു എന്റെ പൊന്നു ദാമു? ഞാൻ ഈ കൊല മേടിച്ചിട്ട് വണ്ടി പിടിക്കാൻ നടന്നു. എടാ നിന്നോട് ഞാൻ ആ തൈരിന്റെ കാര്യം നോക്കാൻ വേണ്ടി നീ എന്തെങ്കിലും അറേഞ്ച് ചെയ്തോ? നീ ഞാൻ ഈ കൊല മേടിച്ച വണ്ടി കിട്ടണ്ടേ, എന്നിട്ട് തൈര് മേടിക്കാൻ. നീ ഇത് കൊണ്ട് വെച്ചിട്ട് ആ തൈരിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നോക്ക്. പോ അതേക്ക് വെക്കും. രാജപ്പ ആ ഇലയുടെ കാര്യം എന്താ? എന്ത് പറ്റി? എന്താ കാര്യം? എന്താ വേറെ എന്താ പറയാണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് പറയാനുണ്ടെന്ന്? വേറെ എന്താണ്? എന്താ എടാ നീ ആ തൈരിന്റെ കാര്യം ശരിയാക്കിയോ? തൈരിപ്പ തന്നെ കൊണ്ടുവരും. പാമോയില് മണ്ണെണ്ണയിൽ കാച്ച്. എടാ പാമോയില് വെളിച്ചെണ്ണ പോയി കാച്ചടാ, പോടാ അവിടുന്ന്. ചുമ്മാ റപ്പാച്ചേട്ടാ എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഒന്ന് കാണിച്ച, പുറത്തേക്ക് കാണിച്ചത്. ഇതൊരു ബുക്കാ. കാണിച്ചത് കാണിച്ചേ. ശരി. അപ്പൊ ആ ഒരു ഏരിയ ക്ലീൻ ആക്കിയപ്പോ റപ്പാച്ചേട്ടൻ ഈ വണ്ണം ഒന്ന് കുറച്ചുകൂടെ. റപ്പാച്ചേട്ടന് വണ്ണം എങ്ങനെ കുറയ്ക്കാ? റപ്പാച്ചേട്ടൻ വണ്ണം ആഹാരം കംപ്ലീറ്റ് ഒന്ന് ക്രമീകരിച്ചാൽ മതി റപ്പാച്ചേട്ടന്റെ. എങ്ങനെയാ? അതായത് റപ്പാച്ചേട്ടൻ കഴിക്കുന്ന എങ്ങനെ ആഹാരം? രാവിലെ ഒരു 20 കുറ്റി പുട്ട്. 20 കുറ്റി പുട്ട്. പിന്നെ ഉച്ചക്ക് എന്ത് കഴിക്കും? ഉച്ചക്ക് അങ്ങനെയൊന്നും കഴിക്കില്ല, കുറച്ച് ഒരു പറാറ്റയുടെ ചോറ്. അത് ശരി, നെയ്ച്ചോറ് അല്ലേ. വൈകിട്ട് എന്ത് കഴിക്കും? പിന്നെ വൈകിട്ട് 10 ചപ്പാത്തി പൊറോട്ട. എന്റെ പൊന്ന് റപ്പാച്ചേട്ടൻ ഇങ്ങനെ കഴിക്കരുത് ഞാൻ പറയുന്നത്. അതായത് രാവിലെ എന്താ കഴിക്കുന്നറിയോ? ഒരു 1/2 ഗ്ലാസ് പാല്, 1 ഗ്ലാസ് പാല്, ഒരു ചെറുപഴം. ഉച്ചക്ക് 2 സ്പൂൺ കഞ്ഞി, 2 സ്പൂൺ കഞ്ഞി, ഓറഞ്ചിന്റെ ഒരല്ലി. വൈകിട്ട് എന്ത് കഴിക്കാം? ഒരു ജീരകം, ഒരു കുരുമുളക്, ഒരു ഉലുവ. ഇങ്ങനെ 1 മാസം കഴിച്ച റപ്പാച്ചേട്ടൻ വണ്ണം ക്ലീൻ ആയിട്ട് മാറി കിട്ടും. നോണ പറയരുത്. എന്താ? രാവിലെ 1/2 ഗ്ലാസ് പാല്, ഒരു ചെറുപഴം. ഉച്ചക്ക് 2 സ്പൂൺ കഞ്ഞി, ഓറഞ്ചിന്റെ ഒരല്ലി. വൈകിട്ട് ഒരു കുരുമുളക്, ഒരു ജീരകം, ഒരു ഉലുവ. ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കിയാൽ റപ്പാച്ചേട്ടൻ വണ്ണം മാറൂല്ലോ, നമുക്കൊന്നും അറിയാലോ. ഉറപ്പായിട്ട് മാറും. അപ്പോഴേ ഇത് നമ്മള് ഭക്ഷണം കഴിക്കണതിന് മുമ്പ് കഴിക്കണോ അല്ലെങ്കിൽ അതിന് ശേഷം? റപ്പാച്ചേട്ടാ തൽക്കാലം റപ്പാച്ചേട്ടൻ വണ്ണം കുറയ്ക്കട്ടെ കേട്ടോ. ഇതിങ്ങനെ കിടന്ന് കുലുങ്ങിക്കോട്ടെ. എന്താ സംഭവം? എന്ത് ഇവിടെ എന്താ കുറെ ആൾക്കാരൊക്കെ ഇരിക്കണം? എന്റെ പൊന്ന് റപ്പാച്ചേട്ട കല്യാണം ആയിക്കോളൂ. ഇവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്ന? ഗാനമേള, മിമിക്രി, ഡാൻസ് എന്ന് വേണ്ട സകല പരിപാടി. പാട്ടുണ്ടോ? ഗാനമേള ഉണ്ടല്ലേ? പാട്ടുണ്ടോന്നോ? ഞാനൊരു പാട്ട് പാടും. റപ്പാച്ചേട്ടൻ ഇപ്പൊ പാട്ട് പാടും. റപ്പാച്ചേട്ടൻ പാടുന്നോ? ഫിറോസ് എന്ന ഒരു 1000 പാദസരം. 1000 പാദസരങ്ങൾ കിളി. അഷ്റഫ് 1000 പാദസരങ്ങൾ കിളി. 1000 പിച്ച് നോക്ക്. പിച്ച് എന്തിന്?
പിച്ചാനല്ല പറഞ്ഞത്, ശ്രുതി ശ്രുതി നോക്കണം. ആയിരം 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 ഇതൊന്നും നല്ലത്. ആയിരം 1000 ഒന്നായിട്ട് കിട്ടുന്നില്ല. ഇല്ല 500 ആയിട്ട് പാട്. ബെസ്റ്റ്. തമാശക്കാരനാ. നീ ഒരു കാര്യം ചെയ്താ തബല ഇട്ടു. അതെ, ഞാൻ വേറെ പാട്ട് പാടാം. വേറെ പാട്ട്. എന്നാ വേറൊരു വെറൈറ്റി പാട്ട് പാട്. ഹൃദയം ദേവാലയം. ഹൃദയം ദേവാലയം. ഹൃദയം ദേവാലയം എന്നുള്ള പാട്ടില്ലേ അത് ഹൃദയം ദേവാലയം. താളത്തി വായിക്കിടും. ഹൃദയം ദേവാലയം. ഈ താളം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ട് നടക്കാറുണ്ടിവിടെ. നിർത്ത് മതി. ഇതെന്താ രണ്ട് പാട്ട് മിക്സ് ചെയ്ത് സയാമീസ് ഇരട്ടകൾ പോലെ പാടുന്നത്? സിനിമ ഉണ്ടോ? സിനിമയുണ്ടോന്ന? സിനിമ ഫിലിം ഷോയ്ക്ക് വേണ്ടി നമ്മളൊരു ഏരിയ തന്നെ കൂടി തിരിച്ചേക്കല്ലേ? എനിക്ക് ഭയങ്കര വിഷമമുള്ള പടങ്ങൾ ഇഷ്ടാ. ഏത് പടം രപ്പാച്ചൻ? ഏതൊക്കെ സിനിമകളാണ് ഇഷ്ടം? ഞാനിപ്പോ കണ്ടത് അവളുടെ രാവുകൾ. പിന്നെ പിന്നെ 5:30ക്കുള്ള വണ്ടി. പിന്നെ ലാസ്റ്റ് കണ്ടത് കാമസൂത്ര. അത് ശരി. പിന്നെ റപ്പാച്ചന് സെന്റിമെന്റ്സ് ഉള്ള പടങ്ങളാണ് ഇഷ്ടമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അല്ല, അത് ഭയങ്കര രസാ പടം. അത് ശരി. ഒരു കാര്യം ചെയ്യ്, റപ്പാച്ചൻ അവിടെ ഇരുന്നോ, ഗാനമേള കേട്ടിട്ട് പോവാം. ഗാനമേളല്ലേ? അതെ. ഞാൻ അടുക്കളയിൽ ഉണ്ടാവൂട്ടാ. ഗാനമേള കേൾക്കണ്ടേ? അല്ല, അവിടെ ഇരിക്കുമ്പോ പാട്ടും കേൾക്കാൻ തിന്നുകയും ചെയ്യാലോ. അകത്തേക്ക് വെക്കോ, അകത്തേക്ക് വെക്കോ, അകത്തേക്ക് വെക്കോ.